മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ പരാതികൾക്ക് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി. പ്രസിഡന്റ് മോഹൻലാലും എക്സിക്യൂട്ടീവ് അംഗങ്ങളും പദവികൾ ഒഴിഞ്ഞതോടെ അമ്മയുടെ ഭരണസമിതി ഇല്ലാതായി. ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച് നടി മിനു മുനീർ പരാതി നൽകിയതോടെ നടനും MLA-യുമായ മുകേഷിന്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളിയും ഉയരുകയാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അമ്മ സംഘടനയിലെ ഇനി എന്തൊക്കെയാണ് നീക്കങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിഷ്ണു സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ നിന്ന്. വിഷ്ണു, ഇപ്പോഴേ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നു. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന താരങ്ങളുമായി, മുതിർന്ന അഭിനേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗത്യന്തരമില്ലാത്ത ഒരു രാജിയാണോ അമ്മയിൽ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, മമ്മൂട്ടി അടക്കമായി മാത്രമല്ല മറ്റ് സംഘടനകളെ, സിനിമാ സംഘടനകളുടെ, തൊഴിലാളി സംഘടനകളടക്കമുള്ള നേതാക്കന്മാരുമായും മോഹൻലാൽ ചർച്ച നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു രാജിസന്നദ്ധ അല്ലെങ്കിൽ രാജിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചു. ആ കമ്മിറ്റി അംഗങ്ങളും ചില ആളുകളും ആദ്യഘട്ടത്തിൽ രാജിവെക്കാൻ സന്നദ്ധയില്ലായിരുന്ന ആളുകളും പ്രസിഡന്റിന്റെ തീരുമാനം അംഗീകരിച്ച രാജി അറിയിക്കുകയായിരുന്നു. ഗത്യന്തരമില്ലാത്തയുള്ള രാജി എന്ന് ഉറപ്പായും പറയാനാകും. കാരണം സിദ്ദിഖ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത്. ഒരുപക്ഷെ അമ്മക്കുള്ളിൽ കുറച്ചു നാളായി നിന്നിരുന്ന ഒരു അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സിദ്ദിഖ് സെക്രട്ടറിയായി വരുമ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അത് അവരുടെ ഉള്ളിലുള്ള ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. പക്ഷേ സിദ്ദിഖിന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു മീറ്റു ആരോപണത്തിന്റെ ഭാഗമായി സിദ്ദിഖിന് വരേണ്ടി വരുന്നു. അത് കടുത്ത സമ്മർദ്ദം അമ്മയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. അതിനിടയിലാണ് സിദ്ദിഖിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജ് എത്തുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൊടുക്കപ്പെടുന്ന ഇങ്ങനെയാണ്: റിട്ടയർഡ് ഹർട്ടായി സിദ്ദിഖ് പോകുന്നു, പകരം ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ ബാബുരാജ് ആകട്ടെ ഗോൾഡൻ ഡക്കാവുന്ന കാഴ്ച കണ്ടു. അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അമ്മയിൽ സംഭവിച്ചത്. അങ്ങനെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ഹേമ കമ്മിറ്റി വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാത്തതിൽ സംഘടനക്കകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇന്നലെ ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് അടക്കം അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അടിവരയിട്ട് പറയുന്നു. അതിജീവിതരുടെ പരാതി കേൾക്കാൻ അമ്മ തയ്യാറായില്ല. 2016 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അമ്മ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. പരാതിപ്പെട്ടവർക്ക് കൃത്യമായ നടപടികൾ അവർക്കെതിരെ, ഈ അതിജീവിതരെ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ അതിനൊന്നും ഒരു ഫോളോ അപ്പും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും അമ്മയ്ക്ക് അകത്തേക്ക് പരാതികളുമായി ബന്ധപ്പെട്ട് അയച്ച മെയിലുകൾ കെട്ടിക്കിടക്കുകയാണ്. ഒന്ന് തുറന്നു നോക്കാൻ പോലും അമ്മ ഭരണസമിതി തയ്യാറായിട്ടില്ല. അത് അമ്മയ്ക്ക് സംഭവിച്ച വീഴ്ചയാണെന്ന അമ്മയ്ക്കുള്ളിൽ തന്നെ ഒരു വിമർശനമുണ്ടായി. അങ്ങനെ എല്ലാ കോണുകളിൽ നിന്നും അമ്മയുടെ ഭരണസമിതിക്കെതിരെ, ഇത് പുതിയ ഭരണസമിതിക്കെതിരെ മാത്രം ഉയർന്നൊരു വിമർശനമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം അവർ ഇപ്പോൾ വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഹേമ കമ്മിറ്റി വിഷയത്തിലടക്കം നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വീഴ്ച സംഭവിച്ചു, മീറ്റു ആരോപണമൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മയുടെ കുറേ കാലങ്ങളായി നിന്നുള്ള ഏകാധിപത്യ സ്വഭാവം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങുന്നു. ആ ചോദ്യം ചെയ്യപ്പെടലിൻ്റെ ഒരു വീഴ്ചയാണ്, അല്ലെങ്കിൽ ആ ഏകാധിപത്യ സ്വഭാവം ചില ആളുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അമ്മയുടെ അധികാര സ്വഭാവങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ കൂട്ടരാജി എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അത് ഈ കമ്മിറ്റിക്കെതിരെ മാത്രമുള്ളൊരു തിരിച്ചടിയായി കാണേണ്ടതില്ല. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ നിന്നാണ് വിഷ്ണു ഈ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. അമ്മയിൽ ഉണ്ടായിരിക്കുന്ന കൂട്ടരാജി അമ്മ എന്ന സംഘടനയുടെ ഘടനയെ ഏത് നിലയ്ക്കാണ് മാറ്റാൻ പോകുന്നത്? ഒരു സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ലാത്ത അമ്മയിൽ അത് കൂടുതൽ ജനാധിപത്യവൽക്കരണത്തിന് ഈ പുതിയ സംഭവ വികാസങ്ങൾ കാരണമാകുമോ? അതോടൊപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഔദ്യോഗിക പ്രതികരണം എന്തായിരിക്കും അമ്മയുടേത്? പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനം എടുക്കാനിരിക്കെ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് അമ്മയിലെ കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് അമ്മയിലെ അംഗങ്ങൾ, ഇപ്പോൾ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഭരണസമിതിയും രാജിവെച്ചതെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഈ ധാർമ്മികതയിൽ ഊന്നി എന്ത് നിലപാടായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടക്കം ഉയർന്ന ലൈംഗിക അധിക്ഷേപങ്ങൾ അടക്കമുള്ള ആരോപണങ്ങളിൽ, പ്രശ്നങ്ങളിൽ അമ്മ എന്ന സംഘടന സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതാണ് ഏറ്റവും പ്രധാനം.